റോക്കി ബായുടെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് തള്ളി മറിക്കുന്നുണ്ട്. റോക്കി ബായ് കാരണം ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല കളിക്കാരനാണ്, ഇതെല്ലാം പൊക്കോട്ടെ, ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞത് അടുത്തു കൂടെയെങ്കിലും താങ്കൾക്ക് പോവാം. വന്നിരുന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാണ്. ഹൻസിബ നല്ല കളിക്കാരിയാണ്, നമ്മുടെ മുടിയൻ നല്ല കളിക്കാരനാണ്, അർജുൻ നല്ല കളിക്കാരനാണ്, ടോപ്പ് 5 ഇവരൊക്കെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ജാൻമോണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക, ഇവരൊക്കെ ജെനുവിനാണ് എന്നെല്ലാം പറയുന്നുണ്ട്. സിജോ ജെനുവിനായിട്ട് തോന്നിയില്ലേ? താൻ ചെയ്താണ് തെറ്റത്, ഇനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. പിന്നെ ആരുടെ ഭാഗത്ത് ശരിയാണെന്നോ ആരുടെ ഭാഗത്ത് തെറ്റാണെന്നോ അല്ല ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒക്കെ കാണുന്ന ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് താൻ വന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു കാണി എന്ന നിലയിൽ എന്നെ ചൊടിപ്പിക്കുന്നത് ചെയ്ത തെറ്റൊരിക്കലും അംഗീകരിക്കുന്നുമില്ല, താൻ തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് നിൽക്കുവാണ്. ഒരു തവണ പോലും ഇങ്ങനെ സിജോന്റെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു പശ്ചാത്താപവും ഇല്ലാത്തൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ താൻ ഒരു റോക്കി ബായ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, എൻ്റെ അമ്മോ സഹിക്കുക വയ്യ, വന്ന് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. റോക്കി ബായ് മാത്രമല്ല ബിഗ് ബോസ്, റോക്കി ബായ് ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ്, ബിഗ് ബോസ് വേറെയാണ്. ആര് പറഞ്ഞു റോക്കി ബായ് മാത്രമല്ല ബിഗ് ബോസ് എന്ന്? താനൊരു നല്ല കളിക്കാരനായിരുന്നു, നല്ലൊരു ഗെയിമർ ആയിരുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പുറത്തിറങ്ങിയതോടെ അല്ല സിജോനെ തല്ലിയതോടെ അതെല്ലാം പോവുകയും ചെയ്തു. താനൊരു അട്ടർ ഫ്ലോപ്പായ ഗെയിമറാണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് ഇറങ്ങുകയും ചെയ്ത്. തൻ്റെ പുറകിൽ ഇനി ആരും വരൂല്ല, താൻ പറയുന്നത് കേട്ട് ആർക്കും വോട്ട് ചെയ്യാനും പോകുന്നില്ല. സോ ആ കളി അവിടെ നിർത്താം. കാണുന്ന ഞങ്ങൾ ജനങ്ങൾ കഴുതകളല്ല, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരെ സപ്പോർട്ട് ചെയ്യണമെന്നും ആർക്ക് എപ്പോൾ വോട്ട് ചെയ്യണമെന്നും.